കുട്ടികൾക്ക് ഭരണഘടനാപരമായി കിട്ടേണ്ട ഈ ഗ്രാന്റ് കൃത്യസമയത്ത് കൊടുക്കുന്നതിന് പകരം സർക്കാർ അവർക്ക് തോന്നുന്ന സമയത്ത് ഒരു ഔദാര്യം കൊടുക്കുന്ന ഏർപ്പാടാക്കി മാറ്റിയിട്ട് കുറച്ച് നാളായി. 2021 കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയൊരു ഗൈഡ് ലൈൻ PMSS എന്ന് പറയും. ആ ഗൈഡ് ലൈൻ വരുന്നതോടുകൂടി ഈ ഗ്രാന്റ്, അതായത് ആർട്ടിക്കിൾ 15(4) അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുക്കേണ്ട ആ ഫണ്ട് ഒരു സ്കോളർഷിപ്പ് എന്ന നാമകരണത്തിലേക്ക് മാറ്റി. എന്ന് പറഞ്ഞാൽ കഴിവുള്ളവർക്ക് വരുമാനമനുസരിച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാക്കി അത് ചുരുക്കുകയും 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി നിജപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ സംസ്ഥാന ഗവൺമെന്റ് ഒരിക്കലും ചോദ്യം ചെയ്തില്ലെന്നുള്ളത് മാത്രമല്ല, ആ സ്കോളർഷിപ്പ് വിതരണത്തിന് 4 ഗഡുക്കളായി ഒരു വർഷം കൊടുക്കണം എന്നുള്ള ഒരു ടൈം ലൈൻ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിരുന്നു. അത് സംസ്ഥാന ഗവൺമെന്റ് പാലിച്ചും ഇല്ല. അതുകൊണ്ട് 2021 ശേഷം ഇങ്ങോട്ട് ഒരു 3 വർഷത്തെ കുടിശ്ശികയെങ്കിലുമായി കുട്ടികൾക്ക് കിട്ടാനായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്ഥിതി. ചുരുക്കത്തിൽ ഇപ്പൊ പലതരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കാറുണ്ട്. അതിപ്പോൾ ആശാവർക്കർമാരായിരിക്കാം, മറ്റ് അഗതികളുടെ പെൻഷനായിരിക്കാം, ആശ്രിതരുടെ പെൻഷൻ എന്നൊക്കെയുള്ള പേരിൽ പല പെൻഷനുകളും പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഇന്ന് ഒരു 20 കോടി അങ്ങ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന തരത്തിൽ ഇതൊരു ക്ഷേമ പദ്ധതി എന്നുള്ള നിലയിൽ ഗവൺമെന്റിന് തോന്നുന്ന സമയത്ത് തോന്നുന്ന കാലങ്ങളിൽ കൊടുക്കുന്ന ഒന്നാക്കി ഇതിനെ തരം താഴ്ത്തി. ചുരുക്കത്തിൽ ഭരണഘടനയുടെ 15(4) എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് കിട്ടേണ്ട എഡ്യൂക്കേഷണൽ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് SC വിഭാഗം കൃത്യസമയത്ത് കിട്ടാനാണ് സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പട്ടികജാതിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. പട്ടികവർഗക്കാർക്ക് വേണ്ടി ഷെഡ്യൂൾ ട്രൈബ് സപ്ലാൻ എന്ന് പറയുന്ന പദ്ധതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 സപ്ലാനുകളും അനുസരിച്ച് കൃത്യമായും ഇവർക്ക് കിട്ടാൻ, സമയോചിതമായി കിട്ടാനാണ് ആർട്ടിക്കിൾ 275 അനുസരിച്ച് അതിനൊരു ഭേദഗതി വരുത്തി അതിന് ഭരണഘടനാ പരിരക്ഷ നൽകിയിരുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ഗ്രാന്റുകൾ എന്തു തന്നെയായിരിക്കും, അത് ട്യൂഷൻ ഫീ ആയിരിക്കാം, ഹോസ്റ്റൽ അലവൻസ് ആയിരിക്കാം, മറ്റു തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളായിരിക്കാം, ഇത് അതാത് സമയങ്ങളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇത് കൊടുക്കാതെ 3 വർഷം വരെ ഈ ബാക്ക്ലോഗാക്കി മാറ്റി, എപ്പോഴെങ്കിലും കിട്ടുന്ന ഒന്നാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഭരണഘടനാപരമായി മാൻഡേറ്ററിയായി നൽകേണ്ട ഇതൊന്ന് ഒരു അഗതി പെൻഷനൊക്കെ കൊടുക്കുന്നത് പോലെ അവർക്ക് തോന്നിയ ഒരു ഔദാര്യ പരിപാടി ഇതിനൊക്കെ മാറ്റി. രണ്ടാമത്, ഈ കുട്ടികൾക്ക് നൽകുന്ന ഹോസ്റ്റൽ അലവൻസുകൾ പോലുള്ള ഒന്ന് വളരെ പരിമിതമായതും 10 വർഷത്തെ പഴക്കമുള്ളതാണ്. 3500 രൂപ മാത്രമാണ് സർക്കാർ ഹോസ്റ്റലാണെങ്കിലും ഗവൺമെന്റ് എയ്ഡഡ് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നുള്ളൂ. അവരിനി ഒരു പ്രൈവറ്റായി ഒരു സ്ഥാപനത്തിലാണ് താമസിക്കുന്നതെങ്കിൽ അത് MBBSകാരനായ ഒരു കുട്ടിയാകട്ടെ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആകട്ടെ, 1000 രൂപ 1500 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. രജനീഷ് ആനന്ദ് ആത്മാഹുതി ചെയ്തിട്ട് 15 വർഷത്തോളമായി. അന്ന് വർദ്ധിപ്പിച്ച 1000-ൽ നിന്നും 1500-ലേക്ക് വർദ്ധിപ്പിച്ച ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിച്ച തുക 10 രൂപ മാത്രമാണ് ഇവരുടെ പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ. എന്തിനാണ് ഇതൊരു നക്കാപ്പിച്ച പരിപാടിയായി മാറ്റുന്നത്? ഈ രാജ്യത്തെ മുഴുവൻ മന്ത്രിമാർ, അവരുടെ MLAമാർ അവരുടെ ശമ്പളം സ്വയം എഴുതി വർദ്ധിപ്പിച്ച് വാങ്ങിക്കുകയാണ്. സർക്കാർ ജീവനക്കാർ കൃത്യമായിട്ടുള്ള ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ബോർഡ് കോർപ്പറേഷൻ ആളുകൾക്കും PSC അംഗങ്ങൾക്കും ലക്ഷോപലക്ഷം പണം ഇവർ കൊടുക്കുന്നുണ്ട്. രാജ്യത്തുള്ള ഫെസ്റ്റിവൽക്കും സിനിമാ നടന്മാർക്കും സ്വീകരണം നൽകാനും കോടികൾ ഇവർ പാഴാക്കുമ്പോൾ ഈ വിഭാഗത്തോട് എന്തിനീ പകവണ കാണിക്കുന്നു? ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തതാണോ പ്രശ്നം? വകയിരുത്തുന്നു, അത് ചെലവഴിക്കാതെ അത് ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. 2 ഉന്നത പാർട്ടി നേതൃത്വങ്ങൾ, മന്ത്രി KA ബാലനും K രാധാകൃഷ്ണനും ഈ വകുപ്പ് കൈകാര്യം ചെയ്ത കാലഘട്ടത്തിലാണ് ഈ അട്ടിമറി മുഴുവൻ നടന്നത് എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം, രാഷ്ട്രീയമായി ഇത് പരിഹരിക്കാനുള്ള ആർജവം കാണിക്കണം. മുഖ്യമന്ത്രി വകുപ്പ് ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ മന്ത്രി കേളുവിനെ മാറ്റണം എന്നല്ലാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രി കേളുവിനെ പോലുള്ള ഒരാൾ മാത്രം വിചാരിച്ചു. മന്ത്രി രാധാകൃഷ്ണനും KA ബാലകൃഷ്ണനും വിചാരിക്കാത്ത കാര്യം കേളുവിന് പറ്റില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഈ വകുപ്പ് ഏറ്റെടുത്ത് പരിഹരിക്കണം, അടിയന്തരമായി പരിഹരിക്കണം. അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സൂചന പ്രൊട്ടസ്റ്റ് റാലിയാണ് 22 നടക്കുന്നത്. അതുകൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ വേലിയേറ്റം കേരള സെക്രട്ടേറിയറ്റ് മുമ്പും കേരളമെമ്പാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട്.